بنسي شخط رمضان تلك ويسا. അസ്സലാമു അലൈക്കും. അറിവാണ് വെളിച്ചം. ആ വെളിച്ചം ഹൃദയങ്ങളിലേക്ക് പകരാനും സത്യവിശ്വാസത്തിൻ്റെ വഴികളിൽ കൂടുതൽ വ്യക്തത തേടാനുമുള്ള ഒരു യാത്രയാണിത്. മാനവികതയുടെയും നന്മയുടെയും സന്ദേശങ്ങൾ പങ്കുവെക്കുന്ന ബെൻസി ഹോസ്പിറ്റൽ ഷെഹ്ർ റംലാൻ ടെലിക്യൂസ് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടേതാണെന്ന് നമുക്ക് നോക്കാം. بنسي شخط رمضان تلك ويسا. ബെൻസി ഹോസ്പിറ്റൽ ഷെഹ്ർ റംലാനിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ. ജിബ്രീൽ അലൈഹിസ്സലാം ഓരോ വർഷത്തിലും ഒരു മാസത്തിൽ വിശുദ്ധ ഖുർആൻ പരിശോധന നടത്താറുണ്ട്. ഏതാണ് ഈ മാസം? ദുൽഹജ്ജ്, മുഹറം, റമളാൻ. ഏത് മാസമാണ്? റംലാൻ. ശരി ഉത്തരാണ്. രണ്ടാമത്തെ ചോദിക്കട്ടെ. പൂർണ്ണ അധ്യായമായിട്ട് ആദ്യം അവതരിച്ചത് ഏതാണ്? ഏത് സൂറത്താണ്? സൂറത്തുൽ ഫാത്തിഹ. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നിന്റെ പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ അറിയില്ലേ? ഏതൊക്കെയാണ്? ആരാ അവിടെ നിന്ന് പറഞ്ഞാള്? നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഹജ്ജ്. അതിൽ ഏതോ ഒന്നിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്തുണ്ട്. അത് ഏത് സൂറത്താണ്? ഹജ്ജ്. ആ സൂറത്തിന്റെ പേരെന്താ? ഹജ്ജ്. സൂറത്തുൽ ഹജ്ജ് അല്ലേ? അപ്പൊ 3 ഉത്തരം ശരിയായി അല്ലേ? ബെൻസി ഹോസ്പിറ്റലാണ് മോനിക്കുള്ള സമ്മാനം എത്തിച്ചേരുന്നത്. ശരി കേട്ടോ. بنسي شخط رمضان تلك ويسا. ബെൻസി ഹോസ്പിറ്റൽ നടത്തുന്ന ഷെഹ്ർ റംലാൻ പരിപാടിയിലേക്ക് സ്വാഗതം. എന്താണ് ഷാഹിന ചിരിക്കുന്നത്? മുന്നേ വിളിച്ചിട്ടുണ്ടാ? അതെ. ഷാഹിന എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫോ? എത്ര കുട്ടികളുണ്ട്? ഒരാള്. മോനോ മോളോ? മോനോ? 4 വയസ്സേതാ? അതെ. അംഗനവാടിയിലാ പോണ്? സ്കൂളിലാ പോണ്? പോണ്ടല്ലേ. മോന്റെ പേരെന്താ? മുന്നേ ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. ആദ്യമായിട്ടാ? അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ എന്നാ. സിമ്പിൾ തന്നെ ചോദ്യങ്ങള്. ഫസ്റ്റ് ചോദ്യം, സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതാറുണ്ടല്ലോ അല്ലെ? നമസ്കാരത്തില് എത്ര തവണ ഓതാറുണ്ട് ഒരു ദിവസം? മൊത്തത്തിൽ എത്ര ഉണ്ടെന്ന് അറിയണ്ടാവില്ല അല്ലെ? അത് കുഴപ്പമില്ല, ഞാൻ വെറുതെ ചോദിച്ചാട്ടാ. സൂറത്തുൽ ഫാത്തിഹ കൂടാതെ അന്ത്യം എന്ന് പറഞ്ഞ അവസാനത്തില് ആമീൻ പറയുന്ന മറ്റൊരു അധ്യായം കൂടെ ഉണ്ട്, മറ്റൊരു സൂറത്തും കൂടെ ഉണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനത്തിൽ അന്ത്യത്തില് നമ്മൾ ആമീൻ പറയാറുണ്ടല്ലോ. അതുപോലെ വേറൊരു സൂറത്തില് നമ്മൾ ഇതുപോലെ ആമീൻ പറയാറുണ്ട്. ഏതാണ് ആ സൂറത്ത്? അവസാനത്തിൽ ആമീൻ പറയുന്ന സൂറത്ത്. ഓപ്ഷൻ ഉണ്ട്. സൂറത്ത് തൗബ, സൂറത്ത് യാസീൻ, സൂറത്തുൽ ബഖറ. തൗബയാണോ? ഒന്നുകൂടെ നോക്കി നോക്ക്. തൗബയാണോ? തൗബയ്ക്ക് വേറെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അല്ലെ? എന്താണ്? ബിസ്മി ഓതാത്ത സൂറത്താണ്, ബിസ്മി ഇല്ലാത്ത സൂറത്താണ് അല്ലേ? കുഴപ്പമില്ല. അതെ. ആണോന്ന് എന്നോടാ ചോദിക്കണേ?
പറയൂ, വേറെ ആരെങ്കിലും അവിടെ സഹായിക്കാനുണ്ടോ? അല്ലേ അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ടെൻഷൻ ആവണ്ട കേട്ടാ, അടുത്ത തവണ നമുക്ക് ശരിയാക്കാം. അല്ല, സൂറത്തുൽ ബഖറയാണ് കേട്ടാ. ഓക്കെ ഓക്കെ, ശരി. ഇനി അടുത്ത തവണ വിളിക്കാം കേട്ടോ. بنسي شخط رمضان تلك ويسا. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആരാണ് സംസാരിക്കുന്നത്? ഇസ മറിയം. എവിടുന്നാ വിളിക്കുന്നത്? പള്ളപ്പുറം. മോൾ എവിടെ പഠിക്കുന്നത്? കടവനാട് സ്കൂളിൽ അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1ാം ക്ലാസ്സിൽ. 1ാം ക്ലാസ്സില്. ടീച്ചറുടെ പേരെന്താ? രമ്യ അല്ലേ? നോമ്പുണ്ടോ? അതെ. എത്ര നോമ്പ് നോറ്റു? 9 അല്ലേ? മിടുക്കിയാണ് അല്ലേ? ക്ഷീണമൊന്നുമില്ലല്ലോ? ബെൻസി ഹോസ്പിറ്റൽ നടത്തുന്ന ടെലിക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ഇതിന്റെ മുന്നേ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു മാനസിക പ്രയാസമുള്ളവൻ കേട്ടാൽ പോലും ലയിച്ചു പോകുന്ന ഒരു സൂറത്തുണ്ട്. സൂറത്ത് നമ്മൾ പാരായണം ചെയ്യല് കേൾക്കുമ്പോ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയല്ലേ നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോ, അല്ലേ? നമ്മൾ ഖുർആനൊക്കെ കേൾക്കാറില്ലേ? ഉണ്ടോ? ഏതൊക്കെ സൂറത്തുകൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും? ഫലക്ക്. ഓക്കെ ഓക്കെ. നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾക്ക് ഒരു പ്രത്യേക ഒരു സുഖം അല്ലേ? ഒരു ആസ്വാദനത്തിന് പറ്റിയതാണ് മറ്റു സംഗീതത്തിനേക്കാൾ അല്ലേ? ഖുർആൻ കേൾക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക സുഖല്ലേ? അങ്ങനെ ഒരു മാനസിക പ്രയാസമുള്ളവൻ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ മനുഷ്യർക്ക്. മാനസിക പ്രയാസമുള്ളവൻ പോലും കേട്ടാല് അതിങ്ങനെ ലയിച്ചു പോകും. നമ്മൾ ഖുർആൻ കേട്ടു ചില സമയത്ത് നമ്മൾ പറയലില്ലേ, പള്ളിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചില ഇമാമന്മാരുടെ ഖുർആനൊക്കെ കേട്ടാൽ നമ്മളിങ്ങനെ എന്താ പറയുക, അതിലിങ്ങനെ ലയിച്ചു പോകും. കഴിയല്ലേ എന്നൊക്കെ തോന്നാറുണ്ട്. ഞാനൊക്കെ വിചാരിക്കാറുണ്ട് പള്ളിയിലൊക്കെ പോയാൽ, എന്തൊരു നല്ല ഖുർആൻ പാരായണമാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിലൊക്കെ ഒരു കുട്ടിയുടെ ഖുർആൻ പാരായണം കേൾക്കാൻ ഭയങ്കര രസമാണ്. എന്നിട്ട് അവനോട് ഞാൻ പറയും ചെയ്യും, എന്തൊരു രസമാണ് എൻ്റെ ഖുർആൻ കേട്ടിരിക്കാൻ എന്നൊക്കെ. അപ്പം അതുപോലെ അങ്ങനെ നമുക്കൊരു സൂറത്തുണ്ട്, കേട്ടിരുന്നാൽ മാനസിക പ്രയാസമുള്ളവർ പോലും ലയിച്ചു പോകുന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സൂറത്തിന്റെ പേര് മോൾക്കറിയോ? ഏതാണ് ഈ സൂറത്ത് എന്നുള്ളത്? അറിയോ? ആരെങ്കിലും അവിടെ സഹായിക്കാനുണ്ടോ? ഓപ്ഷൻസ് ഉണ്ടല്ലോ, പറയട്ടെ. യൂസുഫ്, യൂനസ്, ത്വാഹ. ആരാണ് അവിടെ സഹായിക്കുന്നുണ്ടല്ലോ? ഹലോ. അല്ലല്ലോ മോളെ, സാരില്ല കേട്ടാ. ഹലോ. അടുത്ത തവണ വിളിച്ചിട്ട് നമുക്ക് ശരി ഉത്തരം പറയാട്ടോ. ഓക്കെ. യൂസുഫ്. ഓക്കെ, ശരി കേട്ടോ. بنسي شخط رمضان تلك ويسا. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബെൻസി ഹോസ്പിറ്റൽ ഷഹർ റമളാനിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? റിസ ഫാത്തിമ അല്ലേ? റിസ എവിടുന്നാ വിളിക്കുന്നത്? കൊല്ലമ്പടിയിൽ അല്ലേ? ഏത് ക്ലാസ്സിലാ മോള് പഠിക്കുന്നത്? 6th ഏത് സ്കൂളിലാ? MI ബോയ്സിൽ അല്ലേ?
ബോയ്സിലോ ഓർ ഗേൾസിലോ? ബോയ്സ്. ബോയ്സ് അല്ലേ? ആ. ആ, ബോയ്സിലാണല്ലേ. നോമ്പുണ്ടോ? ആ. എത്രാമത്തെ നോമ്പായി? എല്ലാ നോമ്പും. എല്ലാ നോമ്പും എടുത്തു അല്ലേ? മിടിക്കുകയാണല്ലോ. താങ്ക് യു. അതെ, എല്ലാ വർഷം എല്ലാ നോമ്പും എടുക്കാറുണ്ടോ? ആ. എടുക്കാറുണ്ട് അല്ലേ? അപ്പൊ ചോദ്യം ചോദിക്കട്ടെ. ആ. ഇതിന്റെ റൂൾസ് ഒക്കെ അറിയില്ലേ? ആ. എത്ര ചോദ്യങ്ങൾ ഉണ്ടാകും? 3 3 അല്ലേ? ആദ്യത്തെ ചോദ്യത്തിനോ? ആ. ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ. അപ്പൊ ചോദ്യം ചോദിക്കട്ടെ. ആ. മക്ക വിജയവേളയിൽ മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചടക്കി അല്ലേ? ആ വിജയവേളയിൽ ഒരു സൂറത്ത് പാരായണം ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ സൂറത്ത്? ഓപ്ഷൻ പറയട്ടെ. ആ. സൂറത്തുൽ ഫത്ത്ഹ്, സൂറത്തുൻ നസ്ർ, സൂറത്തുൽ മസ്വദ്. ഏതാണ്? സൂറത്തുൻ നസ്ർ. സൂറത്തുൻ നസ്ർ ആണോ? ആണോ? സൂറത്തുൻ നസ്റിൽ പറയുന്നുണ്ട് മക്ക വിജയത്തിനെ കുറിച്ച്, പക്ഷെ പാരായണം ചെയ്തത് അതല്ലല്ലോ. ഫത്തഹാണ്. പറഞ്ഞു കഴിഞ്ഞില്ല ഉത്തരം. ആദ്യത്തെ ഉത്തരം തെറ്റി പറഞ്ഞില്ലേ? ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത തവണ വിളിക്കുമ്പോൾ നമുക്ക് ഉത്തരം ശരിയാക്കാം കേട്ടോ. സൂറത്തുൽ ഫത്ത്ഹ് ആണ് ശരി. ഒന്നും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? കുഴപ്പമില്ല, വിഷമിക്കണ്ട. അടുത്ത തവണ നമുക്ക് ഉത്തരം ശരിയാക്കാം. ഓക്കെ, സൂറത്തുൽ ഫത്ത്ഹ് ആണ്. നസ്റില് മക്ക വിജയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ പാരായണം ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഫത്ത്ഹ് ആണ്. ഓക്കെ, അടുത്ത തവണ വിളിക്കൂട്ടോ. بنسي شخط رمضان تلك ويسا. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബെൻസി ഹോസ്പിറ്റൽ ഷെഹ്റു റമദാനിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നത്? കടവനാട്. ആരാണ്? ഹന്ന. ഹന്ന. ഹന്ന ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 5. 5-ല്. ഏത് സ്കൂളിലാണ്? കടവനാട് സ്കൂള്. കടവനാട് സ്കൂളില്. ഞാൻ ഒരു തവണ ചോദിച്ചിട്ടുണ്ടല്ലേ, കടവനാട് സ്കൂളിലാണോന്ന് ചോദിച്ചോ? ഇല്ലേ? ആരതാണ്? ഇതിന്റെ മുന്നേ ഒരു തവണ വിളിച്ച പോലെ തോന്നുന്നുണ്ടല്ലോ. ഉണ്ടാ? കഴിഞ്ഞല്ലോ. ആ, കഴിഞ്ഞല്ല. ഞാൻ കരുതി ഇത്തവണയാണെന്ന്. വിളിച്ചിട്ടില്ല? ഇത്തവണ വിളിച്ചിട്ടില്ല. ഇല്ലേ? എന്താ വിളിക്കാതിരുന്ന്? കിട്ടിയില്ല. അതോ സാരില്ല അല്ലേ? ഇപ്പൊ കിട്ടിയല്ലോ, സമാധാനായില്ലേ? വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ഉമ്മമ്മ, ഉമ്മച്ചി, മാമന്മാര്, പിന്നെ ഉണ്ണികളും. ഉണ്ണികള് കൊറേ ഉണ്ണികളുണ്ടാ? 2 ഉണ്ണികള്. 2 ആളുള്ളൂ അല്ലേ? ഉണ്ണികളൊക്കെ ഇഷ്ടാ? അവരൊക്കെ നോക്കുവോ? അവരൊക്കെ നോക്കാറുണ്ടാ? അത് അവരൊരു തല്ലുകൂടുവോ? ഇല്ല അല്ലേ? മിടിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ശരിയാണോ? അതെ. ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ആണോ? എത്ര നോമ്പ് നോറ്റ്? കുഴപ്പമില്ല. രോഗമുള്ളവരോടൊന്നും നോക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? രോഗമൊക്കെ മാറിയിട്ട് നോറ്റാ മതിയല്ലോ അല്ലേ? പിന്നെ മോള് ചെറുതല്ലേ അല്ലേ? എന്നാലും നോക്കണം കേട്ടാ. എന്തിനാ നമ്മൾ നോമ്പ് നോൽക്കണത്? അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനാണോ നോമ്പ്? അങ്ങനെണ്ടാ? അള്ളാഹുവിന് വേണ്ടി. അള്ളാഹിന് വേണ്ടിട്ട് ഒരു നോമ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ അള്ളാഹിനെ ഇഷ്ടപ്പെടാന്? സഹിക്കാനല്ലേ? നമുക്ക് ചുറ്റുപാടും ഒരുപാട് കുട്ടികള് നമ്മളെ പോലുള്ളവര് വിശപ്പൊക്കെ സഹിച്ചിരിക്കുന്നുണ്ട് അല്ലേ? അവരെ പട്ടിണി എങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണല്ലേ? അങ്ങനെ അറിയുമ്പോ നമ്മള് പട്ടിണി കിടക്കുമ്പോ നമുക്ക് തോന്നും, ഓ ഇത്ര വിശപ്പുണ്ടല്ലേ, ഭക്ഷണം കിട്ടാത്തവരുടെ അവസ്ഥ, അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി സഹായിക്കണം എന്ന് തോന്നൂല്ലേ? അതിനു വേണ്ടിയിട്ടാണ് അല്ലേ? അത് മാത്രാണോ നോമ്പ് നിർബന്ധാക്കിയത്? ആണോ? പിന്നെന്തിനാ?
പിന്നെന്തിനാ? ക്ലിയർ ഇല്ല. ക്ലിയർ ഇല്ലേ? ആ പിന്നെന്തിനാണ് ഈ മാസം തന്നെ നോമ്പിന് തെരഞ്ഞെടുത്തത് അല്ലാഹു? വേറെ ഏതെങ്കിലും മാസത്തില് നോമ്പ് നോറ്റാ പോരെ? ആ വെരി ഗുഡ്, മിടിക്കുന്നതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അല്ലേ. ഖുർആൻ ഇറങ്ങിയ മാസാണ്, അതിന്റെ നന്ദി സൂചകമായിട്ടും അല്ലേ അല്ലേ. എന്നാ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ. എത്ര ചോദ്യങ്ങളാണ് ചോദിക്കാന്നറിയില്ലേ? 3 ചോദ്യങ്ങള്. ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ചോദിക്കട്ടെ. മോൾക്ക് ഇപ്പൊ ഏകദേശം എത്ര വയസ്സായി കാണും? 10 വയസ്സല്ലേ? ഒരു 7 വയസ്സുള്ള ഒരാളെ പരിചയപ്പെടുത്താട്ടാ. 7ാം വയസ്സിൽ ഖുർആൻ മനപ്പാടാക്കി. 7ാമത്തെ വയസ്സില് 10ാമത്തെ വയസ്സില് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടോ? ഇമാം മാലിക്കിനെ? അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട്, മുവത്വ എന്നാണ് പറയാ. അത് മനപ്പാടമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മഹാന്റെ പേരറിയോ? ഓപ്ഷൻ പറയാം. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം ഷാഫി. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം ഷാഫി. ആരാണ്? ഇമാം ഷാഫി. വെരി ഗുഡ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ. ആരെങ്കിലും അവിടെ സഹായിക്കാനുണ്ടോ? ഉമ്മച്ചിയോ? ഉമ്മച്ചി എന്താ ചെയ്യണത്? വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. എന്നാ അടുത്ത 2ാമത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടാ. വിശുദ്ധ ഖുർആനെ മുസഹഫ്, ഇപ്പൊ നമ്മള് മുസഹഫ് എന്ന് പറയില്ലേ, ഖുർആൻ അല്ലാതെ മുസഹഫ് എന്ന് പറയില്ലേ, എന്ന് ആദ്യമായി വിളിച്ചത് ആരാണ്? ഒരു സ്വഹാബിയാണ് വിളിച്ചത് അല്ലേ. അത് ഏത് സ്വഹാബിയാണ്? ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ഇല്ലല്ലോ. വേണോ? ഓപ്ഷൻസ് വേണോ? എന്നാ പറയാട്ടാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലല്ലോ. ആണോ? ആണോ? അല്ലല്ലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഗ്രന്ഥരൂപത്തിലാക്കുകയല്ലേ ചെയ്തത്. തെറ്റിപ്പോയല്ലോ. കുഴപ്പമില്ല കേട്ടാ, അടുത്ത തവണ നമുക്ക് ശരിയാക്കണം. എന്നാലും ഒരു ഉത്തരം ശരിയായി പറഞ്ഞില്ലേ, പിന്നെ നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കുകയല്ലേ ഇതിലൂടെ അല്ലേ. അപ്പൊ പറയട്ടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ട്ടാ. ഓക്കെ, ഇനിയും വിളിക്കണം കേട്ടോ. ശരി. بنسي شخط رمضان تلكويسة ബെൻസി ഹോസ്പിറ്റൽ ഷെഹർ റമളാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. بنسي شخط رمضان تلكويسة